ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സിന്ധൂസ് വേൾഡ് ഓഫ് മ്യൂസിക് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നല്ല പഞ്ഞി പോലെ ഇരിക്കണ ഈ വട്ടയപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ. അപ്പോൾ വട്ടയപ്പം നല്ല സോഫ്റ്റ് ആവാനായിട്ട് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതിൽ പറയണുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാനായിട്ട് നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അതിനായിട്ട് ഞാനിവിടെ പച്ചരി എടുത്തിട്ടുണ്ട്, വൈറ്റ് റൈസ് എന്നൊക്കെ പറയണത്. അപ്പോൾ പച്ചരി തന്നെ എടുക്കാനായിട്ട് നോക്കുക. അത് ഞാൻ ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് പച്ചരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാനിവിടെ സാധാ ചായ കുടിക്കുന്ന ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മെഷർമെൻറ്റ് കപ്പിൽ വേണമെങ്കിൽ എടുക്കാം. അതേ കപ്പിൽ തന്നെ മറ്റുള്ള സാധനങ്ങളും അളന്നെടുക്കാനായിട്ട് നോക്കുക. ഇനി ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ സാഗോ അല്ലെങ്കിൽ ചവ്വരി, സാബുദാന എന്നൊക്കെ പറയണ അതാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമ്മുടെ വട്ടയപ്പം നല്ല സോഫ്റ്റായി കിട്ടാനായിട്ടാണ് നമ്മളിതിലേക്ക് സാബുദാന ഇട്ട് കൊടുക്കുന്നത്. അതൊരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ അരി ഇവിടെ നന്നായിട്ട് ഒരു 3-4 പ്രാവശ്യം കഴുകി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നല്ല വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 8 തൊട്ട് 10 മണിക്കൂർ വരെ ഇത് അരി ഒന്ന് കുതിരാനായിട്ട് വെക്കാം. അപ്പോൾ പച്ചരി ആയതുകൊണ്ട് ഒരു 4-5 മണിക്കൂറിൽ തന്നെ കുതിർന്ന് കിട്ടും. പക്ഷേ വട്ടയപ്പം ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് സോഫ്റ്റായിട്ട് വരാനാണ് നമ്മളിത് ഒരു 8 തൊട്ട് 10 മണിക്കൂർ കുതിരാനായിട്ട് വെക്കണത്. ഇപ്പോൾ പച്ചരി ഇവിടെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലത്തെ വെള്ളം ഒന്ന് ഒരു വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഞാൻ ഈ അരി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ വലിയൊരു ജാറാണ് എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ ജാറ് ചെറുതാണെങ്കിൽ 2 പ്രാവശ്യമായിട്ടൊക്കെ അരച്ചെടുത്താൽ മതി. ഞാനിവിടെ ഒറ്റ ബാച്ചായിട്ടാണ് അരച്ചെടുക്കണത്. ഇപ്പോൾ അരി മുഴുവൻ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു 1/2 കപ്പ് വെള്ള അവിലെടുത്തിട്ടുണ്ട്. അത് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് 2 പ്രാവശ്യം നല്ല വെള്ളത്തിലൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. അത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ മിക്സിയുടെ ജാറാണ് എടുക്കണതെങ്കിൽ 2 ബാച്ചായിട്ടൊക്കെ അരച്ചെടുത്താൽ മതി. ഇനി ഞാനിവിടെ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1 കപ്പ് നല്ലോണം തന്നെ തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഞാനിവിടെ 1 കപ്പിൽ കുറച്ച് താഴെയായിട്ട് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു മീഡിയം മധുരമാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂട്ടിയിട്ട് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1/2 ടീസ്പൂണാണ് നമുക്കിതിലേക്ക് മൊത്തം ഈസ്റ്റ് എടുക്കേണ്ടത്. ഇപ്പം ഞാൻ 1/4 ടീസ്പൂൺ ഈസ്റ്റാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 1/4 കപ്പ് ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട്. അത് കുറേശ്ശെ ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പം ഞാൻ ഇവിടെ നന്നായിട്ട് ഒരു ചെറിയ തരിതരിപ്പ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഒരു 3 ടേബിൾ സ്പൂൺ ഞാൻ കപ്പി കാച്ചാനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കപ്പി കാച്ചിയതിന് ശേഷം ഇതൊന്നും കൂടി അരച്ചെടുക്കേണ്ടതാണ്. അതുകൊണ്ട് ഞാൻ മിക്സിയുടെ ജാറിൽ തന്നെയാണ് ആ മാവ് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഞാനൊരു 3 ടേബിൾ സ്പൂൺ മാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ഞാനിവിടെ അരി കുതിർത്തിയിട്ടുള്ള വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അതാണ് ഒരു കളർ വ്യത്യാസം ആ വെള്ളത്തിന് കാണുന്നത്. ഇപ്പോൾ കപ്പി കാച്ചാനായിട്ട് നമ്മുടെ മാവ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിൻ്റെ താഴെയായിട്ട് വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ മാവ് ഇവിടെ ചെറുതായിട്ട് ബബിൾസൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇനി ഇത് ആയി കിട്ടും. അപ്പോൾ ഇത്രയ്ക്ക് കുറുകിയാൽ മതി. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാറി വരട്ടെ. ഇപ്പോൾ കപ്പി കാച്ചിയത് ഇവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
ഇനി ഇതിലേക്ക് നമുക്ക് അവസാനമായിട്ട് ഒരു 1/4 ടീസ്പൂൺ കൂടിയും ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മൊത്തം 1/2 ടീസ്പൂൺ ഈസ്റ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ സമയത്ത് ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് മധുരം വേണമെന്നുണ്ടെങ്കിൽ കൂട്ടി കൊടുക്കാം. ഇപ്പോൾ ഞാൻ മാവ് ഇവിടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാവ് നോക്കുമ്പോൾ ചെറിയൊരു തരിതരിപ്പ് ഉണ്ടാവണം. ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് പാകത്തിന് വെള്ളമൊക്കെ ആക്കിയിട്ട് വല്ലാണ്ട് ലൂസും അല്ല വല്ലാണ്ട് കട്ടിയല്ല എന്നുള്ള ഒരു പരുവത്തിൽ നമുക്ക് മാവ് ആക്കിയെടുക്കുക. അതിന് ശേഷം നന്നായി മിക്സ് ചെയ്തത് നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഒരു 7 മണിക്കൂറൊക്കെ ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഞാനിത് തലേദിവസം രാത്രിയാണ് മാവ് റെഡിയാക്കി വെച്ചിട്ട് പിറ്റേ ദിവസമാണ് നമ്മൾ വട്ടയപ്പം ഉണ്ടാക്കാനായിട്ട് നോക്കണത്. അപ്പോൾ ഒരു 7 മണിക്കൂറാണ് ഞാനിത് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഫെർമെൻ്റായി വരുമ്പോൾ പുറത്തേക്കൊന്നും പോവാണ്ടിരിക്കാനായിട്ട് അടിയിലൊരു പാത്രം വെക്കാൻ മറക്കരുത്. ഇപ്പോൾ വട്ടയപ്പത്തിൻ്റെ മാവ് ഇവിടെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വട്ടയപ്പം ഉണ്ടാക്കാനായിട്ട് നോക്കാം. ഇപ്പോൾ ബബിൾസൊക്കെ നന്നായി വന്നിട്ടുണ്ട്. അത് കയ്യിൽ വെച്ച് ബബിൾസ് ഒന്നും പൊട്ടാണ്ട് നമ്മൾ പതുക്കെ മാവ് എടുത്ത് പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഫുള്ളായിട്ട് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ബബിൾസൊക്കെ പൊട്ടിപ്പോവും. അപ്പോൾ നമ്മുടെ മാവിന് സോഫ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ആ ബബിൾസ് ഒന്നും പൊട്ടാണ്ട് നമ്മൾ പാത്രത്തിലേക്ക് കോരി ഒഴിക്കാം. വട്ടയപ്പം ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതുപോലെ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏത് പാത്രം വേണമെങ്കിൽ നമുക്ക് എടുക്കാവുന്നതാണ്. കേക്കിൻ്റെ ടിന്നോ അല്ലെങ്കിൽ ചെറിയ ബൗളുകളോ ഒക്കെ എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇഡലി തട്ടിൽ വട്ടയപ്പം ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് മാവിൽ നിന്ന് നമ്മൾ ഇളക്കാണ്ട് പതുക്കെ കോരി ഒഴിക്കുക. കുറേ കുത്തി നിറച്ച് മാവ് ഒഴിക്കേണ്ട ആവശ്യമില്ല. അധികം കനത്തിലല്ലാണ്ട് ചെറിയൊരു കനത്തിൽ മാത്രം നമ്മൾ വട്ടയപ്പം ഉണ്ടാക്കിയെടുക്കണത്. ഈ സമയത്ത് ഞാൻ അടുപ്പിൽ ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു തട്ട് വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ വട്ടയപ്പത്തിൻ്റെ മാവ് അതിലേക്ക് വെച്ച് കൊടുക്കാം. നമുക്ക് മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വട്ടയപ്പം വേവിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ഹോളുള്ളതാണെങ്കിൽ അതൊന്ന് മൂടി വയ്ക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ വട്ടയപ്പത്തിൻ്റെ മൂടി തുറന്നിട്ട് അതിലേക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഒരു ഭംഗിക്ക് വേണ്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഒരു സ്ക്വയർ വെച്ചിട്ട് ഇത് വെന്തൊന്ന് നടുക്കിലും വേറെ ഭാഗത്തൊക്കെ ഒന്ന് കുത്തി നോക്കുക. അപ്പോൾ സ്ക്വയർമ ഒട്ടി പിടിക്കണില്ലെങ്കിൽ നമ്മുടെ വട്ടയപ്പം ഇവിടെ ആയിട്ടുണ്ട്. അപ്പോൾ വട്ടയപ്പത്തിൻ്റെ തിക്കിനനുസരിച്ച് സമയത്തിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അതൊന്ന് ശ്രദ്ധിക്കണം. ഇപ്പോൾ ആദ്യത്തെ വട്ടയപ്പം ഇവിടെ ചൂടാറാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ രണ്ടാമത്തെ വട്ടയപ്പം വെച്ച് അതിന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഉണക്കമുന്തിരി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ ആദ്യത്തെ വട്ടയപ്പം റെഡിയായി വന്നിട്ടുണ്ട്, ചൂടാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വട്ടയപ്പത്തിൻ്റെ സൈഡുകളൊക്കെ ഒന്ന് കൈകൊണ്ട് തന്നെ വിടിയിച്ച് നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ പ്ലേറ്റിൽ നിന്ന് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. ഇപ്പം നമ്മുടെ നല്ല സോഫ്റ്റായിട്ടുള്ള പഞ്ഞി പോലെയുള്ള അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എനിക്ക് ഈ മാവ് വെച്ചിട്ട് 2 വലിയ സൈസ് വട്ടയപ്പവും ഒരു ചെറിയ സൈസ് വട്ടയപ്പവുമാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വട്ടയപ്പം നല്ല ലെയറുകളായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് കണ്ടാൽ അറിയാം നല്ല സോഫ്റ്റായിട്ടുള്ള വട്ടയപ്പമാണ് ഇതെന്ന്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.